എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് വന്നു. ഡൗണിൽ തന്നെ ഇറങ്ങിപ്പോകുമായിരുന്നു, നല്ല രീതിയിൽ ഇറങ്ങിപ്പോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി, ഗ്യാപ്പ് ഡൗണിൽ ഓപ്പണിംഗ് ആയാൽ അത് പെട്ടെന്ന് തിരിച്ച് ഈ CPR ലെവലുകളിലോട്ട് ഒന്ന് അട്രാക്റ്റ് ചെയ്യാനൊരു ചാൻസ് കൂടുതലാണ്. ഡൗൺ ആണെങ്കിൽ മുകളിലോട്ടൊന്ന് കയറി CPR ലെവലുകളിൽ എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിച്ച് തിരിച്ച് വീണ്ടും ഇറങ്ങാറുണ്ട്. അതുപോലെ ഗ്യാപ്പ് അപ്പാണെങ്കിൽ നല്ല ഗ്യാപ്പ് അപ്പ് പ്രീവിയസ് ഡേ ഹൈയുടെയും R1 ഒക്കെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ തിരിച്ച് ഈ CPR ലെവലിൻ്റെ ഏതെങ്കിലും ഒരു റേഞ്ചിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഡൗണിൽ നിന്ന് നേരെ അത് CPR ലെവല് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തിരിച്ച് വീണ്ടും നല്ല രീതിയിൽ ഹ്യൂജ് സെല്ലിങ് വരുമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ. ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് ഡേ ലോയിലാണ് ഓപ്പണിംഗ് വരുന്നത്. അതിനുശേഷം നേരെ CPRൻ്റെ ലോവർ ലെവലിൽ പോയി റെസിസ്റ്റൻസ് ആയിട്ട് തിരിച്ചിറങ്ങുമായിരുന്നു ചെയ്തത്. നമുക്കിത് വെച്ച് നോക്കി ഇപ്പം CPR ഒക്കെ നല്ല രീതിയിൽ അറിയാവുന്നവരൊക്കെയാണ് തീർച്ചയായിട്ടും ഈ റേഞ്ച് ചെയ്യുന്ന അവർ എൻട്രി എടുക്കും. എൻട്രി എടുത്തിട്ട് ഇവിടെ നോക്കുമ്പോഴറിയാം ഒരു ക്യാൻഡിൽ, 2, 3 ഈ മൂന്നാം ക്യാൻഡിൽ പോലും ഈ സെൻട്രൽ CPRൻ്റെ റേഞ്ചിലോട്ട് പോകുന്നില്ല. അപ്പോൾ അവർക്ക് അവിടെ എൻട്രി എടുക്കാം. അതിന് താഴോട്ട് ഇറങ്ങുമ്പോൾ എൻട്രി എടുത്തിട്ട് ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്കിനി തിങ്കളാഴ്ച മാർക്കറ്റ് നമുക്ക് ഷോർട്ട് സെല്ലിങ്ങിന് ചാൻസ് ഉള്ള ഷെയറുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കൂടുതലും ഷെയറുകൾ ഏകദേശം 17 ഷെയറിനടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവറേജ് വന്നിട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ള ഷെയറുകളാണ് ഈ ആഷ്യാന എന്ന് പറയുന്ന ഷെയർ. 342-49 അതിൻ്റെ ആവറേജ്. സോണാകോം 687 ആണ്. ഈ റേഞ്ചിന് മുകളിൽ പോയിട്ടിറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ആയിരിക്കും. ഈ ആവറേജ് തരുന്നതിന് കാരണം ഇത് പ്രീവിയസ് ഡേ ഹൈ അടിക്കാൻ അടിച്ചില്ലെങ്കിലാണ് നമുക്ക് വേറൊരു ഓപ്ഷനാണിത്. പ്രീവിയസ് ഡേ ഹൈ അടിച്ചാൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ R1, R2, R3 ഏത് റേഞ്ചിൽ നിന്നാണോ താഴെ ഫസ്റ്റ് ഇറങ്ങുന്നത് അവിടെ നമ്മൾ എൻട്രി എടുക്കുക. അപ്പം പ്രീവിയസ് ഡേ ഹൈ പോലും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ തലേ ദിവസത്തെ ആവറേജിൻ്റെ ആ റേഞ്ചിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. ചില ഷെയറുകൾ ഈ ആവറേജിൻ്റെ അവിടെ നിന്നിങ്ങനെ നിരങ്ങി നിന്നുള്ള ട്രേഡിംഗ് ആയിരിക്കും. 2 രൂപ 3 രൂപ താഴെ നിൽക്കും, അങ്ങനെ നിൽക്കും, ഈവനിങ് വരെ നിൽക്കും. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് ടൈമിലായിരിക്കും ചിലപ്പം നല്ല രീതിയിൽ ഇറങ്ങിപ്പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒന്ന് ഈ ACI എന്ന് പറയുന്ന ഈ ഷെയർ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ, R1 പോയാലും തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ്, ഓപ്പണിങ്ങിൽ വന്ന് കിട്ടിയാൽ നല്ല ചാൻസ് ആയിരിക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ സോണാകോം എന്ന് പറയുന്ന ഷെയർ ഇപ്പോൾ ഒരു 700 അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണിങ്ങിൽ തന്നെ നമുക്കൊരു പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ട്രേഡായി അതിനുശേഷം ഇറങ്ങുന്ന കണ്ടാൽ നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഡാറ്റാമെറ്റിക്സിനകത്തും നല്ല ചാൻസാണ്. ഇതിൻ്റെ പ്രീവിയസ് ഡേ ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തടുത്താണ്. ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുക. ഈ 2 ലെവലിലും താഴോട്ട് ഇറങ്ങി, 2 ലെവൽ എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ 2 ലെവലിലും താഴോട്ട് ട്രേഡായാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ ISGEC എന്ന് പറയുന്ന ഷെയർ ഇതിൻ്റെ പ്രീവിയസ് ഡേ ഹൈ 97, ഇത് 1002. ഓപ്പണിങ്ങിൽ ഇത് ഈ 1000 മുകളിൽ ട്രേഡായിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ആയിരിക്കും. ഈ 1002-നും 997-നും താഴോട്ട് ട്രേഡായി ഇപ്പോൾ 1010 വരെ പോയി. അതിനുശേഷം ഈ 1002-നും 997-നും താഴോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് തരാൻ ചാൻസ് കൂടുതലുള്ള ഷെയറാണിത്. പിന്നെ ഈ മൈൻടെക് ശ്രദ്ധിക്കുക, 300-ന് മുകളിൽ പോയിട്ട് ഈ 297-ന് താഴെ പോവുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതെല്ലാം 304 പോവുകയാണെങ്കിലും ഇപ്പോൾ 300 ഓപ്പണിങ് നല്ലൊരു മൂവ്മെൻറ്റ് അപ്പിൽ കിട്ടി, 306, 307 അല്ലെങ്കിൽ 310 ഒക്കെ പോയിട്ട് 304 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും താഴോട്ട് പോകാൻ. അതിനുശേഷം പൂർവങ്കര 10% ആണ്. അപ്പോൾ അത് നോക്കി ചെയ്യണം. ചെറിയ 10% അപ്പുറമൊക്കെ ആകുമ്പം തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ലെവലുകൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. രാംകോസിസ് വന്നിട്ട്
ASM ലിസ്റ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഓപ്പണിങ്ങിൽ കാണാം ഹൈ 407 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നീട് ഇതൊക്കെ ഈ RV എന്ന് പറയുന്ന ഷെയറൊക്കെ ഓപ്പണിങ്ങിൽ ശ്രദ്ധിച്ചിട്ട് എന്താണ് പറയുന്നത്, ചിലപ്പോൾ ഓപ്പണിങ്ങിൽ അത് അപ്പർ സർക്യൂട്ട് ആണെങ്കിൽ നമ്മളത് ട്രേഡ് എടുക്കരുത്. ലെവലുകൾ കട്ട് ചെയ്യുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അതും വോളിയത്തിൽ ഇറങ്ങിയെങ്കിൽ മാത്രം ട്രേഡ് എടുത്താൽ മതി RV എന്ന് പറയുന്ന ഷെയറിനകത്ത്. ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം ഇപ്പം ഈ ഡാറ്റാമെറ്റിക്സ് ഒക്കെ ആണെങ്കിലും നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ളത്. അത് ഈ ലെവലുകൾ വന്നിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷെയറുകൾ അടുത്ത ദിവസം ഒരു 5% മുകളിൽ പോയിട്ട് ഏത് ലെവലാണോ കട്ട് ചെയ്ത് താഴ്ത്തിറങ്ങുന്നത് അവിടെ വരുമ്പോഴേക്കും നല്ല ചാൻസ് നമുക്ക് നല്ല പെട്ടെന്നൊരു ഇറക്കം കിട്ടുന്നത്. ഈ അടുത്തടുത്തൊക്കെ ആണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല, പക്ഷെങ്കിൽ നമുക്ക് ചിലപ്പം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയെന്ന് വരത്തില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും, മൂവ്മെൻ്റ് ഇല്ലാതെ നിൽക്കും. അതാണ് അതിനകത്തൊരു കുഴപ്പം. 5% കയറി ഇറങ്ങുന്ന ഷെയറുകൾ 5% മുകളിൽ എവിടെയാണെങ്കിലും കയറിയിട്ട് ലെവലുകൾ കട്ട് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് കിട്ടും. അപ്പോൾ ഇത്രയും ഷെയറുകളാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഷോർട്ട് സെല്ലിന് ചാൻസ് കിട്ടുമ്പോൾ എൻട്രി എടുക്കുക, നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന രീതി ഓരോ ദിവസവും ഞാൻ ഓരോ ഷെയറുകൾ എക്സാമ്പിൾ എടുത്ത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണ് 20 ഷെയർ എടുത്ത്. അതിൽ നമുക്ക് 12 ഷെയറിനകത്ത് നല്ല രീതിയിൽ ചാൻസ് ഉണ്ടെന്ന്, ചില ഷെയറിനകത്ത് ചെറിയ രീതിയിൽ ലെവലുകൾ വന്ന് ഇറങ്ങും, ചെറുതായിട്ട് ഇറങ്ങും. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 1% കിട്ടും. എന്നാലും പക്ഷെങ്കിൽ തിരിച്ച് വീണ്ടും ലെവലുകൾ കട്ട് ചെയ്തു പോകും. നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം എടുത്ത ഈ ഷെയറിനകത്ത് ഒരു 12 ഷെയർ കാണിച്ചിട്ടുണ്ട്. ഒരു 4-5 ഷെയർ ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് നമുക്ക് ഈ തല്ല എന്ന് പറയുന്ന ഷെയർ ആവറേജ് വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാമായിരുന്നു. ക്വാളിറ്റി പട്ടിയിൽ എടുക്കാമായിരുന്നു. ക്വാളിറ്റി പട്ടിയിൽ മുകളിൽ ഈ ക്വാളിറ്റി പട്ടിലിൻ്റെ ഹൈ നോക്കട്ടെ. പ്രീവിയസ് ഡേ ഹൈ ഒന്നും പോയില്ല. അത് ആവറേജിന് 566 വരെയൊക്കെ പോയിട്ട് 558, നമ്മൾ 558 താഴെ പോകുമ്പോൾ എടുത്താൽ ഇവിടെ പക്ഷേ ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. പക്ഷേ അവിടെ തന്നെ പിന്നീട് അങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ചാൻസ് എടുത്തിട്ട് നമുക്ക് പ്രയോജനമില്ല. നമുക്ക് നല്ല ചാൻസുകൾ തന്നത് ഗാങ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നൊരു ഷെയർ. ഇത് നോക്കിയാൽ കാണാം, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടം വരെ വന്നിട്ടുണ്ട്. CPR മറയ്ക്കുമ്പം കാണാം, കണ്ടില്ലേ? ഇവിടം വരെ ഹൈ അടിച്ചിട്ട് പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ 155-50 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 146, 8-9 രൂപയ്ക്ക് അടുത്ത് പോയിട്ടുണ്ട്. പിന്നീട് അത് വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ടാണ്. കുറച്ച് കവറിങ് വരുമ്പോൾ തിരിച്ച് വീണ്ടും ഇറങ്ങി പോവുകയാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ജൂബിലൻ്റ് ഇൻഗ്രേവിയ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്താൽ നമ്മളിവിടെ എൻട്രി എടുക്കുക. 554 എൻട്രി എടുത്താൽ 548, 6 രൂപ ഇവിടെ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ചു പോയി ഹൈ അടിക്കും. ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിന് മുകളിൽ കയറി പോകുന്നുണ്ടോ നോക്കണം. ഇത് അടുത്ത ലെവലിന് മുകളിൽ കയറി പോകും. അടുത്ത ലെവലിന് മുകളിൽ കയറി പോയാൽ ആ ലെവലിൽ തിരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും. ഇപ്പോൾ തന്നെ ഇവിടെ കട്ട് ചെയ്തു. 568 നമ്മൾ എൻട്രി എടുക്കും. 575 സ്റ്റോപ്പ് ലോസ് ഇടും, 5-ന് മുകളിൽ. അത് പിന്നെ ആ റേഞ്ച് പോകുന്നില്ല, പിന്നെ വൺ സൈഡ് താഴോട്ട് ഇറക്കുകയാണ്. 568 റേഞ്ച് എന്നത് 554, ലാസ്റ്റിൽ അത് 550 റേഞ്ചിലോട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹെഗ് എന്ന് പറയുന്ന ഷെയർ ഹെഗ് ഓപ്പണിങ്ങിൽ തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിങ് നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് താഴെ ഇറങ്ങി. ഇവിടെ താഴെ ഇറങ്ങി നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ എത്രയാണ്? 2417. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് 2445. ഇത്രയും വലിയ ഷെയർ ആകുമ്പോൾ നോർമൽ അതുപോലെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചെടുത്ത് ട്രേഡ് എടുക്കുക. ഇവിടെ 2417 എടുത്താൽ നമ്മൾക്ക് 2362, ഏകദേശം 3/4 മണിക്കൂർ ആകുമ്പോഴത്തേന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 50-60 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വൺ സൈഡ് താഴോട്ടാണ് ആ ഷെയർ. അതിനുശേഷം GPIL എന്ന് പറയുന്ന ഷെയർ, ഗോദാവരി പവർ. ഇവിടെ ഓപ്പണിങ്
ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നേരെ കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, ഇറങ്ങി. R1 മുകളിൽ ഇവിടം വരെ പോയിട്ട് ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. ഈ 831 എൻട്രി എടുത്താൽ നമുക്ക് 816, അതായത് 15 രൂപ പ്രോഫിറ്റ്. വീണ്ടും തിരിച്ചു പോയി ഹൈ അടിച്ചു. ഹൈ അടിച്ചിട്ട് ഞാനെപ്പോഴും പറയാറുണ്ട്, രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇത് കണ്ടില്ല, ഇവിടെ രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചു, തിരിച്ചിവിടെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുത്തു. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഹൈ ആണ്. പക്ഷേങ്കിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ വൺ സൈഡ് മൂവ്മെൻറ്റ്, നല്ല മൂവ്മെൻറ്റ്. ഇവിടുന്ന് 831 നമുക്ക് 815, വീണ്ടും 15 രൂപയ്ക്ക് അടുത്ത് 15-16 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഗുജറാത്ത് ആൽക്കലി ഓപ്പണിങ്ങിൽ CPR ഇല്ല, ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോകുന്നത്. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇങ്ങനെ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ ഇവിടെ കയറണം, ഇവിടെ കയറിയിട്ട് ഇറങ്ങണം. അതല്ല എങ്കിൽ ഇവിടുന്ന് തിരിച്ച് താഴോട്ടിറങ്ങി, ഇവിടെ വന്നിട്ട് ഇത് തിരിച്ച് താഴോട്ടിറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കും. 822 എടുക്കും. 832 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇടും. ഇവിടെ 822 ആ റേഞ്ച് ചെയ്യുന്ന 810 ലാസ്റ്റ് ആകുമ്പോൾ 805, 804 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷം ശാരദ എനർജി ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ 231 എൻട്രി എടുത്താൽ 224.85, 6-7 രൂപ കിട്ടുന്നുണ്ട്. വീണ്ടും തിരിച്ചു പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ട്രേഡായിട്ട് തിരിച്ചിറങ്ങി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ച് വീണ്ടും പഴയ റേഞ്ച് തന്നെ താഴോട്ടിറങ്ങുകയാണെങ്കിൽ വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരിക്കും കൂടുതലും. കണ്ടില്ല, ഇവിടുന്ന് അടിച്ചു 231, 227, 225 റേഞ്ചിലോട്ട് വീണ്ടും തിരിച്ചിറങ്ങി. പക്ഷേ ഒരു ഹെവി പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു 3% ആ റേഞ്ചിലോട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം ആരതി സോഫ്റ്റ് ഓപ്പണിങ്ങിൽ ജസ്റ്റ് പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. നമ്മൾ ഈ റേഞ്ചിൽ എവിടെയെങ്കിലും 678 റേഞ്ചിലെടുത്താൽ 656, 22 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ തിരിച്ച് വീണ്ടും ആവറേജ് പോകുന്നുണ്ട്, വീണ്ടും ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ തൻല സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ഹിന്ദുവിൽ എക്സ്പ്ലോറേഷൻ തന്നിട്ടുണ്ട്, പിന്നീട് രാംകോസിനകത്ത് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ഷെയറിനകത്ത് ടോട്ടൽ ഒരു 11 ഷെയറിനകത്ത് നല്ല രീതിയിൽ ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന രീതി മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. പ്ലേലിസ്റ്റിൽ എൻ്റെ ഒരു എന്താണ് പറയുന്നത്, ട്രേഡിംഗ് രീതിയെ പറ്റിയുള്ള CPR വെച്ചുള്ള രീതിയെ പറ്റിയുള്ള വീഡിയോ കിടപ്പുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. പേപ്പർ ട്രേഡ് ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ യഥാർത്ഥമായിട്ട് ട്രേഡിങ് എടുക്കുക. യഥാർത്ഥമായിട്ട് ട്രേഡിങ് എടുക്കുമ്പോഴും ചെറിയ ട്രേഡ് നമ്മൾ എടുക്കുക. കാരണം നമ്മുടെ ഇമോഷൻ വർക്കാകുന്നതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് പ്രോഫിറ്റും ലോസും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇച്ചിരി ലോസ് കാണിക്കുമ്പോൾ പേടിച്ച് വാങ്ങി പരിപാടി കഴിഞ്ഞു. നമുക്കൊരു സ്ട്രാറ്റജി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വിശ്വാസം വേണം. അതിനകത്ത് നമുക്ക് 1-2 ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് പോയെന്നിരിക്കാം, പക്ഷേ എങ്കിൽ ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ വരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വേണം. ഞാൻ ഈ പറയുന്ന രീതി തീർച്ചയായിട്ടും കിട്ടും, 100% കിട്ടും. ഡേ എൻഡിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ ഇമോഷണലി എന്താകരുത്, ഡൗൺ ആയി പോകരുത്. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോട്ടെ, അടുത്ത ചാൻസിന് വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അടുത്ത ചാൻസ് ഈസി ആയിട്ട് കിട്ടും. നമ്മളൊരു 10-15 ഷെയർ എന്തായാലും എടുക്കുക. അതിൽ എങ്ങനെയാലും 7 ഷെയറിനകത്ത് ഈ നല്ല ചാൻസുകൾ കിട്ടും. പിന്നെ അത് ഒരേ സമയം പല ഷെയർ നോക്കിയിരിക്കാനുള്ളൊരു പ്രാക്ടീസൊക്കെ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.